നമസ്കാരം. ജെ ജെ ടോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ഒരു ത്യാഗത്തിന്റെ കഥയാണ്. പണ്ട് ഉയർന്ന പർവ്വതങ്ങൾക്കും വിശാലമായ മന്ത്രിക്കുന്ന വനങ്ങൾക്കും ഇടയിലുള്ള സുന്ദരമായ ഒരു രാജ്യത്ത് അലീന എന്ന ഒരു കൊച്ചു പെൺകുട്ടി ജീവിച്ചിരുന്നു. അവളുടെ സമ്പത്ത് കൊണ്ടോ സൗന്ദര്യം കൊണ്ടോ അല്ല ഇന്ന് അവൾ അറിയപ്പെടുന്നത്, മറിച്ച് അവളുടെ ആത്മാവിനാൽ അറിയപ്പെടുന്നു. ഇന്ന് പക്ഷികൾ പോലും അവളുടെ വീടിനെ പിന്തുടരുന്നു. അവൾ കടന്നു പോകുമ്പോൾ പൂക്കൾ കൂടുതൽ തിളക്കമുള്ളതാകും. അതിന്റെ കാരണം എന്താണെന്ന് ഞാൻ പറയാം. അലീനയ്ക്ക് വളരെ സ്നേഹനിധിയായ ഒരു കൊച്ചു സഹോദരനുണ്ടായിരുന്നു. അമീർ എന്നായിരുന്നു അവന്റെ പേര്. ചെറുപ്പത്തിൽ തന്നെ അനാഥരായ അവർ ഒരുമിച്ചാണ് വളർന്നു വന്നത്. മാതാപിതാക്കൾ അവശേഷിപ്പിച്ച ശൂന്യത നികത്തിയ സ്നേഹത്താൽ അവർ ബന്ധിതരായി. ചിരിയും അതിരുകളില്ലാത്ത കൗതുകവും നിറഞ്ഞ അലീനയുടെ ലോകത്തിന്റെ വെളിച്ചമായിരുന്നു അമീർ. എന്നാൽ ഈ സന്തോഷം അധികനാൾ നീണ്ടില്ല. അമീർ രോഗബാധിതനായി. രാജ്യത്തെ ഒരു മരുന്നിനും അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല. ഓരോ ദിവസവും അവന്റെ ചിരി കൂട്ടിൽ കുടുങ്ങിക്കിടക്കുന്ന ഒരു പക്ഷിയുടെ മങ്ങിപ്പോകുന്ന ഗാനം പോലെ നിശബ്ദമായി. അലീന ആകെ ദുഃഖിതയായി. അവനെ രക്ഷിക്കാൻ നിരാശയായ അവൾ മുതിർന്നവരുടെ ജ്ഞാനം തേടി. അവരാകട്ടെ ഒരു പുരാതന ഐതിഹ്യത്തെക്കുറിച്ച് അവളോട് സംസാരിച്ചു. രാജ്യത്തെ ഏറ്റവും ഉയരമുള്ള കൊടുമുടിയായ സൊളാറ പർവ്വതത്തിൽ 100 വർഷത്തിൽ ഒരിക്കൽ മാത്രം വിരിയുന്ന ഒരു പുഷ്പമുണ്ട്. മാരകമായ ഏത് അസുഖങ്ങൾ വരെയും സുഖപ്പെടുത്താൻ ആ പൂവിനൊരു ശക്തിയുണ്ടെന്ന് അവർ പറയുന്നു. പക്ഷേ അതിനൊരു വില കൊടുക്കണം. ആ പൂ പറിച്ചെടുക്കുന്ന ആൾക്ക് പകരം എന്തെങ്കിലും നൽകണം. അമൂല്യമായ എന്തെങ്കിലും, പകരം വെക്കാനാവാത്ത ഒന്ന്. ഒരു മടിയും കൂടാതെ അലീന സൊളാറ പർവ്വതത്തിലേക്കുള്ള അപകടകരമായ യാത്ര ആരംഭിച്ചു. നിഴലുകൾ ഭൂതങ്ങളെ പോലെ ചലിക്കുന്ന നിബിഡ വനങ്ങളിലൂടെ അവൾ സഞ്ചരിച്ചു. ആകാശം ചുരണ്ടുന്ന പാറക്കെട്ടുകൾ അവൾ കയറി. കാറ്റ് അലറി വീശി. മഞ്ഞു വീണു. തണുപ്പാകട്ടെ അവളുടെ അസ്ഥികളെ കാർന്നു തിന്നു. പക്ഷേ അതെല്ലാം കടിച്ചമർത്തി അമീറിനോടുള്ള സ്നേഹം മാത്രം അവളെ മുന്നോട്ട് നയിച്ചു. ഒടുവിൽ ദിവസങ്ങളോളം കഷ്ടപ്പെട്ട് അവൾ കൊടുമുടിയിലെത്തി. തണുത്തുറഞ്ഞ വയലിന്റെ മധ്യത്തിലതാ ആ ഐതിഹാസിക പുഷ്പം നിൽക്കുന്നു. അവൾക്ക് ആശ്വാസമായി. അതിന്റെ ദളങ്ങൾ മൃദുവായ സ്വർണപ്രകാശത്താൽ തിളങ്ങുന്നു. അതാകട്ടെ സൂര്യന്റെ ചൂട് പിടിക്കുന്നത് പോലെ തോന്നി. എന്നാൽ ആ പുഷ്പത്തിനോടടുത്ത് ഒരു ആത്മാവുണ്ടായിരുന്നു. പുരാതന ജ്ഞാനത്തിന്റെ നക്ഷത്ര പ്രകാശത്താൽ ജ്വലിക്കുന്ന കണ്ണുകൾ കൊണ്ട് അത് അവളെ നോക്കി. നിങ്ങൾ പൂവിനായി വന്നിരിക്കുന്നു അല്ലേ? ആത്മാവ് പറഞ്ഞു. വിദൂര പ്രതിധ്വനി പോലെയായിരുന്നു അതിന്റെ ശബ്ദം. എനിക്കത് വേണം, അലീന മറുപടി പറഞ്ഞു. അവളുടെ ശബ്ദമാകട്ടെ ക്ഷീണം കൊണ്ട് വിറകൊള്ളുന്നുണ്ടായിരുന്നു. പൂവിന് നിന്റെ സഹോദരനെ രക്ഷിക്കാൻ തീർച്ചയായും കഴിയും. പക്ഷേ അത് നിന്നോട് എന്തെങ്കിലും ചോദിക്കും. ജീവൻ നൽകാൻ ഒരാൾ ജീവൻ നൽകണം. അതാണ് വ്യവസ്ഥ. നിങ്ങൾ ആ ത്യാഗത്തിന് തയ്യാറാണോ? ആത്മാവ് അവളോട് ചോദിച്ചു. അലീന ഒന്ന് നിർത്തി. അവൾ പൂവിലേക്കും വിദൂരതയിലുള്ള ദേശങ്ങളിലേക്കും നോക്കി. അമീറിനെ കുറിച്ച് അവൾ ചിന്തിച്ചു. ആത്മാവിന്റെ അർത്ഥം അവൾക്കറിയാമായിരുന്നു. അവളുടെ ഏറ്റവും വിലയേറിയ കാര്യം അവൾക്ക് ഉപേക്ഷിക്കേണ്ടി വരും. അതായത് സ്വന്തം ഭാവി, സ്വന്തം ജീവൻ. ഒരു ദീർഘനിശ്വാസത്തോടെ അലീന തലയാട്ടി. എന്റെ ജീവൻ എടുക്കുക. അവൻ ജീവിക്കും എന്നാണ് അർത്ഥമെങ്കിൽ എന്റേത് ഞാൻ സൗജന്യമായി നൽകുന്നു. ആത്മാവ് ഒരു നിമിഷം അവളെ നോക്കി. എന്നിട്ട് തലയാട്ടി. നീണ്ട ശൈത്യത്തിന് ശേഷം സൂര്യപ്രകാശം പോലെ കൈകളിലേക്ക് അതിന്റെ ചൂട് ഒഴുകുന്നതായി അനുഭവപ്പെട്ടു. അലീന ആ പൂ പറിച്ചെടുത്തു. അവൾക്ക് മനസ്സിലാക്കാത്ത വാക്കുകൾ ആത്മാവ് മന്ത്രിച്ചു. ഒരു പ്രകാശം അവളെ പൊതിഞ്ഞു. അവളുടെ രൂപമാകട്ടെ കാറ്റിലേക്ക് മങ്ങിച്ചു. അവൾ ഗ്രാമത്തിലേക്ക് മടങ്ങിയെത്തിയപ്പോൾ പുഷ്പത്തിന്റെ മാന്ത്രികത ഇതിനകം പ്രവർത്തിക്കാൻ തുടങ്ങിയിരുന്നു. അമീർ തന്റെ അസുഖത്തിൽ നിന്നും ഉണർന്നെഴുന്നേറ്റു. മുമ്പത്തേതിനേക്കാൾ ശക്തമായി അവന്റെ ചിരി മുഴങ്ങിക്കേട്ടു. എന്നാൽ അലീനയ്ക്കാകട്ടെ അവളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ അനുഭവപ്പെട്ടു. അവളുടെ സമയം ഇനി അവളുടേതല്ല. താമസിയാതെ അവൾ മറ്റൊരു ലോകത്തേക്ക് വിളിക്കപ്പെടും. ദിവസങ്ങൾ കഴിയുന്തോറും അമീറിന്റെ ആരോഗ്യം മെച്ചപ്പെട്ടു വന്നു. എന്നാൽ അലീനയുടെ സമയം എണ്ണപ്പെട്ടിരുന്നു. എങ്കിലും അവൾക്ക് സങ്കടം തോന്നിയില്ല. കാരണം അവളുടെ ത്യാഗം ജീവൻ കൊണ്ടുവന്നു. അതിൽ സ്വന്തം അസ്തിത്വത്തെക്കാൾ വലിയ ത്യാഗം അവൾ കണ്ടെത്തി. ഒരു പ്രഭാതത്തിൽ ആദ്യ വെളിച്ചം ഭൂമിയെ ചുംബിച്ചപ്പോൾ രാജ്യത്തെ അഭിമുഖീകരിക്കുന്ന ഒരു കുന്നിന്റെ മുകളിൽ അലീന നിന്നു. ഊഷ്മളവും സൗമ്യവുമായ ഒരു കാറ്റ് അവളുടെ ആത്മാവിനെ ഉയർത്തുന്നതായി അവൾക്ക് തോന്നി. അവൾ അവസാന ശ്വാസം എടുക്കുമ്പോൾ അവളുടെ ത്യാഗം വെറുതെ ആയില്ല എന്നോർത്ത് അവൾ പുഞ്ചിരിച്ചു. കാരണം അവൾ നൽകിയത് കടമ കൊണ്ടല്ല, സ്നേഹം കൊണ്ടാണ്. എല്ലാറ്റിലും ഏറ്റവും മഹത്തരമായതും നിസ്വാർത്ഥവുമായ കല. അതിനാൽ അലീനയുടെ കഥ യുഗങ്ങളിലൂടെ കൈമാറ്റം ചെയ്യപ്പെട്ടു. നഷ്ടത്തിന്റെ ഒന്നായിട്ടല്ല, സ്നേഹത്തിന്റെ ശാശ്വതമായ ശക്തിയുടെ ഒരു കഥയായിട്ടാണ്. അത് മങ്ങുമ്പോഴും പ്രകാശത്തിന്റെ പാരമ്പര്യം അവശേഷിപ്പിക്കുന്ന ത്യാഗത്തിന്റെ കഥ. നന്ദി. വീണ്ടും കാണാം.